ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 28, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ആണ്. അതായത് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നു. ഏതാണ്ട് ഇന്ത്യയിൽ 17.1 കോടിയിലധികം ആളുകളെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി. ഡിംപിൾ കപ്പാഡിക്ക് ഫ്രഞ്ച് അവാർഡ് ലഭിച്ചു. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് JD's കറണ്ട് അഫേഴ്സിലെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കൈലാഷ് മാനസരോവർ യാത്ര ടു റെസ്യൂം ആഫ്റ്റർ 5 years. 5 വർഷത്തിന് ശേഷം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. കൈലാസ് മാനസരോവർ ഹിന്ദു, ബുദ്ധമതക്കാർ, ജൈനന്മാർ, ബോൺ എന്നീ മതക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് കൈലാസ് മാനസരോവർ. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് മാസം മുതലാണ് ഇന്ത്യ കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുക? ജൂൺ 2025. ഈ വരുന്ന ജൂൺ 2025 മുതൽ കൈലാസ് മാനസരോവർ യാത്ര ഇത് പുനരാരംഭിക്കുകയാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷം 2025 ജൂൺ മുതൽ കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു? 5 വർഷം. അതായത് 5 വർഷം മുമ്പ് കൈലാസ് മാനസരോവർ യാത്ര അത് നിരോധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും 5 വർഷത്തിന് ശേഷം ഇത് ആരംഭിക്കുകയാണ്. ഇത് ഈ വരുന്ന ജൂണിൽ ഇത് ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഇന്നലത്തെ ഹിന്ദു പത്രത്തിലും അതുപോലെ തന്നെ പല പത്രങ്ങളിലും ഉണ്ടായിരുന്നു. കൈലാസ് മാനസരോവർ 5 വർഷത്തിന് ശേഷം വീണ്ടും ഇതിൻ്റെ യാത്ര ആരംഭിക്കുന്ന കാര്യം. കൈലാസ് മാനസരോവർ ഏത് രാജ്യത്താണ്? ചൈനയുടെ ടിബറ്റൻ സ്വയംഭരണ പ്രദേശം. ഒരുപക്ഷെ മിക്കവാറും നമ്മൾ ചിന്തിക്കാം കൈലാസ് മാനസരോവർ ഇത് ഇന്ത്യയിലാണെന്ന്. ഇത് ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ ഓഫ് ചൈന, അതായത് ചൈനയുടെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്താണ് കൈലാസ് മാനസരോവർ. ഇന്ത്യയിൽ നിന്ന് കൈലാസ് മാനസരോവർ യാത്രയിൽ എത്തിച്ചേരാനുള്ള 2 വഴികൾ ഏതാണ്? ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് പാസും അതുപോലെ തന്നെ സിക്കിമിലെ നാതുല പാസുമാണ്. അതായത് പാസ് എന്ന് പറഞ്ഞാൽ ചുരം. ഉത്തർപ്രദേശിലെ ലിപുലേഖ് ചുരവും സിക്കിമിലെ നാതുല ചുരവും, ഈ 2 വഴിയാണ് കൈലാസ് മാനസരോവർ യാത്രയിലേക്ക് പോകാനുള്ള ഇന്ത്യയിൽ നിന്നുള്ള വഴി. കൈലാസ് മാനസരോവർ യാത്ര താൽക്കാലികമായി നിർത്തിവെക്കാൻ ചൈന തീരുമാനിച്ചത് ഏത് വർഷമാണ്? 2020. COVID-19 പാൻഡമിക് കാരണം. അപ്പോൾ റീസൺ അതായിരുന്നു COVID-19. അതുകൊണ്ടാണ് ചൈന ഈ ഒരു പ്രദേശത്തേക്കുള്ള കൈലാസ് മാനസരോവറിലേക്കുള്ള യാത്ര അത് പൂർണ്ണമായിട്ട് നിരോധിച്ചത്. ജൂൺ മുതൽ ഇത് വീണ്ടും ആരംഭിക്കുകയാണ്. കൈലാസ് മാനസരോവർ ഇത് ഹിന്ദു, ബുദ്ധമതക്കാർ, ജൈനന്മാർ, ബോൺ എന്നീ മതക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ലിഫ്റ്റ് ഓവർ 17.1 crore പീപ്പിൾ ഔട്ട് ഓഫ് എക്സ്ട്രീം പോവർട്ടി ഇൻ എ ഡെക്കേഡ്. ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യ 17.1 കോടിയിലധികം ആളുകളെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ പോവർട്ടി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം. ഇന്നിപ്പോൾ 17.1 കോടിയിലധികം ആളുകളെ ഏതാണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോചിപ്പിച്ചു എന്നാണ് കണക്ക്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക്. ലോകബാങ്കിൻ്റെ 2025 വസന്തകാല ദാരിദ്ര്യവും തുല്യതയും സംബന്ധിച്ച് റിപ്പോർട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് എത്ര പേർ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായി? 17.1 കോടിയിലധികം. അതായത് എക്സ്ട്രീം പോവർട്ടി, കടുത്ത ദാരിദ്ര്യം, ഇതിൽ നിന്ന് ഏതാണ്ട് 17.1 കോടി ജനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മോചിതരായിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് വേൾഡ് ബാങ്കിൻ്റെ സ്പ്രിംഗ് 2025 പോവർട്ടി ആൻഡ് ഇക്വിറ്റി റിപ്പോർട്ട് ആണ്. ഈ റിപ്പോർട്ട് പ്രകാരമാണ് 17.1 crore പീപ്പിൾ ലാസ്റ്റ് 10 years ആയിട്ട് ഈ ഒരു പോവർട്ടി, അതായത് ദാരിദ്ര്യം, അതിൽ നിന്ന് മോചിതരായിട്ടുള്ളത്. ലോകബാങ്ക് ദാരിദ്ര്യവും തുല്യതയും റിപ്പോർട്ട് 2025 അനുസരിച്ച് കടുത്ത ദാരിദ്ര്യത്തിലെ മൊത്തത്തിലുള്ള കുറവിൻ്റെ 2/3 ഭാഗവും ഏത് 5 സംസ്ഥാനങ്ങളാണ്? UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ള 5 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. ഇവയെല്ലാം അതായത് UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, ഇവിടെ നിന്നാണ് ഏതാണ്ട് 2/3 ഭാഗം ദാരിദ്ര്യം അത്
ഇല്ലാതാക്കാൻ സാധിച്ചു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. 2025 ലോക ബാങ്ക് ദാരിദ്ര്യവും തുല്യതയും സംബന്ധിച്ച് റിപ്പോർട്ട് അനുസരിച്ച് 2011-12 18.4% ആയിരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യം 2022-23 എത്ര ശതമാനമായി കുറഞ്ഞു? 2.8%. അതായത് 2011-12 ആ സമയങ്ങളിൽ 18.4% ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം. എന്നാൽ അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പറയുമ്പോൾ 2022-23 കണക്കനുസരിച്ച് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും 2.8 കുറയ്ക്കാൻ സാധിച്ചു. അതായത് എക്സ്ട്രീം പോവർട്ടി, അതീവ ദാരിദ്ര്യം എന്ന രീതിയിലുള്ള ആ ഒരു പോവർട്ടി കുറയ്ക്കാൻ സാധിച്ചു 18.4 നിന്ന് 2.8. ലോകബാങ്ക് ദാരിദ്ര്യവും തുല്യതയും സംബന്ധിച്ച് റിപ്പോർട്ട് 2025 പ്രകാരം 2011-12 10.7 ആയിരുന്ന നഗരപ്രദേശങ്ങളിലെ ദാരിദ്ര്യം 2022-23 എത്ര ശതമാനമായി കുറഞ്ഞു? 1.1%. നേരത്തെ നമ്മൾ പറഞ്ഞത് ഗ്രാമങ്ങളാണെങ്കിൽ നഗരങ്ങളിൽ ഇത് 2011-12 10.7% ആയിരുന്നു, 10.7% എന്നാൽ 10 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് 1.1% കുറയ്ക്കാൻ സാധിച്ചു. 2022-23 1.1%. ഇന്നിപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 17.1 കോടി ജനങ്ങളാണ് എക്സ്ട്രീം പോവർട്ടി അതിൽ നിന്ന് വിമുക്തരായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോവർട്ടിയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഡയറക്ടർ പായൽ കപാഡിയ റിസീവ് ഫ്രഞ്ച് സിവിലിയൻ ഹോണർ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധായിക പായൽ കപാഡിയയ്ക്ക് ഫ്രഞ്ച് സിവിലിയൻ ബഹുമതി ലഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രഞ്ച് സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഡാൻസ് എൽ ഓഡ്രെ ഡെസ് ലെറ്റേഴ്സ് നേടിയ ചലച്ചിത്ര സംവിധായകന്റെ പേര് പായൽ കപാഡിയ. ഇന്ത്യയിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഡയറക്ടർ ആണ് പായൽ കപാഡിയ. പായൽ കപാഡിയയ്ക്ക് ഫ്രഞ്ചിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ലഭിച്ചു. ഈ അവാർഡിന്റെ പേരാണ് ഓഫീസർ ഡാൻസ് ഐ ഓർഡർ ഡെസ് ആർട്സ് എറ്റ് ഡെസ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ അവാർഡ് ആണ് ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള പായൽ കപാഡിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏത് ചിത്രത്തിനാണ് പായൽ കപാഡിക്ക് അഭിമാനകരമായ ഫ്രഞ്ച് സിവിലിയൻ ബഹുമതി ലഭിച്ചത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ചിത്രത്തിനാണ് പായൽ കപാഡിക്ക്, അതായത് ഡയറക്ടർ ആയിട്ടുള്ള സംവിധായികയായിട്ടുള്ള പായൽ കപാഡിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഫ്രാൻസിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 2 years ഓൺ സ്മൈൽ ബെയർലി റെഡ്യൂസസ് ബെഗിങ്. 2 വർഷത്തിന് ശേഷം സ്മൈൽ യാചന കുറയ്ക്കുന്നില്ല. സ്മൈൽ എന്ന് പറയുന്ന ഒരു സംഘടന ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ബെഗിങ്, യാചന, അത് കുറയ്ക്കുന്നതിന് വേണ്ടി യാചന ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അവരെ റീഹാബിലിറ്റ് ചെയ്യുക, പുനരധിവസിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്മൈൽ പ്രോഗ്രാം സ്ഥാപിച്ചതിന് ശേഷം 2024 ഡിസംബർ വരെ എത്ര പേരെ പുനരധിവസിപ്പിച്ചു? 970 പേർ. സ്മൈൽ എന്ന പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാം വഴി കഴിഞ്ഞ 2 വർഷമായിട്ട് 970 വരെയാണ് വീണ്ടും, അതായത് അവരെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്, അതായത് റീഹാബിലിറ്റ് ചെയ്തിട്ടുള്ളത്. സ്മൈൽ ഇത് ഏത് സംഘടനയാണ്? സ്മൈലിന് ഫുൾ ഫോം എന്താണ്? സ്മൈൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്? നമുക്ക് നോക്കാം. സ്മൈൽ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഉപജീവനമാർഗത്തിനും സംരംഭത്തിനുമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾക്കുള്ള പിന്തുണ. ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ തിരിച്ചറിയുന്നതിനും സർവേ ചെയ്യുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി ഏത് മന്ത്രാലയമാണ് സ്മൈൽ പ്രോഗ്രാം അവതരിപ്പിച്ചത്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ ഒരു പ്രോഗ്രാം, അതായത് സ്മൈൽ എന്ന ഈ പ്രോഗ്രാം ഇത് കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്മൈൽ എന്ന പ്രോഗ്രാം ഇതിൻ്റെ ഫുൾ ഫോം ആണ് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടുപിടിക്കുകയും അവരെ വീണ്ടും അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് വർഷത്തിലാണ് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് സ്മൈൽ ആരംഭിച്ചത്? 2022.
സ്മൈൽ എന്ന പ്രോഗ്രാം ഇത് ആരംഭിച്ചിട്ടുള്ളത് 2022 അതുമായി ബന്ധപ്പെട്ട് അതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും അവർക്ക് നല്ലൊരു ലൈഫ് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കണക്കനുസരിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേവലം 970 പേര് മാത്രമേ അവർക്ക് മാറ്റാൻ സാധിച്ചുള്ളൂ എന്നതാണ് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏപ്രിൽ 22 നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക്, പഹൽഗാം എന്ന കാശ്മീരിലെ വളരെ മനോഹരമായിട്ടുള്ള ആ ടൂറിസ്റ്റ് പ്രദേശത്ത് നടന്നിട്ടുള്ള ആ ഒരു അറ്റാക്ക്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പഹൽഗാം ഭീകരാക്രമണം ഏത് ഏജൻസി അന്വേഷിക്കുന്നു? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA. വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണ് പഹൽഗാമിലെ ഈ അറ്റാക്ക് അതിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഒന്നാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ആക്രമണത്തിൽ തീവ്രവാദികൾ ഏത് ആയുധമാണ് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിശകലനം സ്ഥിരീകരിച്ചു. AK-47, M4 അസോൾട്ട് റൈഫിളുകൾ. 2 തരത്തിലുള്ള ആയുധമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ടെററിസ്റ്റുകൾ AK-47, മറ്റൊന്ന് M4 അസോൾട്ട് റൈഫിൾ. AK-47 ഇത് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഓട്ടോമാറ്റിക് ഗൺ ആണെങ്കിൽ M4 ഇത് US നിർമ്മിതമായിട്ടുള്ള ഗൺ ആണ്. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 17 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.